നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. ആഹാ, നമസ്കാരം. ഹായ്, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി പൂരം. ഹാപ്പി പൂരം. എല്ലാവിധ പക്ഷേ ഒരു വർഷം കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരം ആകെ കൊള്ളായി. ഈ വർഷം അതുകൊണ്ട് തൃശ്ശൂരിന്റെ പൂരം തകർത്തു. രാമപുരം ചരിത്രത്തിൽ ഇത്രയും ഗംഭീരമായി. തൃശ്ശൂരിലാകെ നടക്കുന്ന 3 സംഭവങ്ങളുള്ളൂ. തൃശ്ശൂർ പൂരം, ബോൺനത്താല്, പുലിക്കളി. ഇത് 3 ഇല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർക്കാരെ അറിയില്ല. ചരിത്ര സംഭവമാണ് തൃശ്ശൂർ പൂരം. എന്റെ വീട് ഒളരിക്കരിയാണ്. തൃശ്ശൂർക്കാരനാണ്, പക്ക തൃശ്ശൂർക്കാരനാണ്. അപ്പൊ രാവിലെ ഇറങ്ങി പൂരത്തിന് ആദ്യമായിട്ടാണോ വരുന്നത്? എന്റെ നാട് വരാറുണ്ട് അല്ലേ? നേരത്തെ വരാറുണ്ട്, പക്ഷേ ഇത്രയും ടൈമിലൊന്നും വരാറില്ല. അവിടെ എവിടെയെങ്കിലൊക്കെ വന്ന് വൈകുന്നേരം വെടിക്കെട്ടൊക്കെ കണ്ട് അങ്ങനെ പോവും. എങ്ങനെയുണ്ട് പൂരത്തിന്റെ ഒരു ഫീല് ഇതുവരെ? ഭയങ്കര വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടിയിട്ടുണ്ട്. നമ്മുടെ മലമ്പല പിടിക്കുന്നതിൽ 2 സ്ത്രീകളുണ്ട്. അപ്പം അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഈ നാട്ടുകാരിയാണ്, പക്ഷെ നമ്മൾ ആ ചൈൽഡ്ഹുഡിലൊന്നും പൂരത്തിൻ്റെ ആ ഒരു പരിസരത്തേക്കൊന്നും എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുതിർന്നപ്പോഴാണ് കുറച്ചും കൂടിയും ഇവിടേക്ക് വരാനും ഈ ആഘോഷങ്ങളെയും ഈ ശബ്ദങ്ങളെയൊക്കെ കാണാനും നിറങ്ങളെയൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റുന്നത്. ഇനി കൂടുതൽ ജനകീയമാവണം. കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാ മനുഷ്യരും എല്ലാ അതെ ഇഷ്ടപ്പെട്ട വസ്ത്രത്തിൽ വന്ന് ഇതുപോലെ വന്ന് നിൽക്കാൻ പറ്റുന്നു. അതൊരു പ്രധാന കാര്യമാണ് കേട്ടോ. ആ സ്വാതന്ത്ര്യമുണ്ട്. തോന്നുന്നു കേരളത്തിൽ 2 ഉത്സവങ്ങളാണ് പ്രധാനം. ഒന്ന് ആറ്റുകാൽ പൊങ്കാല, ഒന്ന് തൃശ്ശൂർ. ഇത്രയധികം ആളുകൾ കൂടുന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ വരിക, നമ്മളത് ആസ്വദിക്കുക, എല്ലാവരെയും പോലെ നമുക്ക് മനസ്സമാധാനത്തോടെ നിന്ന് കാണാൻ കഴിയുക, ഒരാഘോഷത്തിന്റെ ഭാഗമാവാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവരുടെ മുഖത്തും ചിരിയാണ് അല്ലേ? വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും. അങ്ങനെയല്ലേ തോന്നാറ്? തീർച്ചയായിട്ടും ആരും സങ്കടപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയില്ല. അതാണ് തൃശ്ശൂർ പൂരത്തിന്. അപ്പൊ ഗംഭീരമായിട്ട് ആസ്വദിക്കുക. ഇത് വൈകുന്നേരം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, കുടമാറ്റം കഴിഞ്ഞ് ഇറങ്ങത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പാരലിന്റെ മസാല ദോശ വാങ്ങിച്ചു തരണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹാപ്പി പൂരം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാഴ്ചകളും ശബ്ദവും കൊണ്ട് പൂരമങ്ങനെ കൊട്ടിക്കയറുകയാണ്. പാണ്ടിമേളം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, വെഞ്ചാമരവും ആലവട്ടവും. ആ വെഞ്ചാമരം എന്ന് പറയുന്നത് യാക്കിന്റെ ഒക്കെ സ്കിന്ന് കൊണ്ടും യാക്കിന്റെ കൊണ്ട് രോമങ്ങൾ കൊണ്ടും നിർമ്മിച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, മനോഹരമായ കാഴ്ചകളിലേക്ക്. ശരിക്കും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാഴ്ച മിസ്സായത്. 100%.